ഇറ്റ്സ് മീ കേസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ എൻ്റെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞ ദിവസം. തുടക്കകാലത്ത് ഞാൻ അദ്ദേഹത്തിന് സബ്സ്ക്രൈബർ ആയിരുന്നു. അദ്ദേഹം കുറെ നിലവാരമുള്ള കണ്ടന്റുകളാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നത് പോലെ സൗരഭ്യമാണോ മാറ്റമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ അനന്തുവിനെയും വേറെ കുറെ വാലുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുങ്ങളെയൊക്കെ കണ്ടുപിടിച്ച് കേസും ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്നു. കേസിന്റെ ഞാൻ സബ്സ്ക്രൈബർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളുടെ ചാനലുകൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഉറപ്പായിട്ട് അയാളുടെ കണ്ടന്റുകൾ ഞാൻ കണ്ടിട്ടുള്ള ആളാണ്. എന്റെ ഈ വീഡിയോ ഒക്കെ വൈറൽ വീഡിയോസ് ഒക്കെ ഔട്ടാകുന്നതിന് മുമ്പ് തന്നെയും കേസിന്റെ വീഡിയോസിന്റെ നിലവാരം താഴ്ന്നു പോയെന്നൊരു സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കേസിനോട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, എന്റെ ഒരു തലമല്ലത്. പക്ഷെ എന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴാണ് കേസ് എത്രമാത്രം അധപ്പതിച്ചു പോയെന്ന് ഞാൻ മനസ്സിലാക്കിയത് കണ്ടന്റിന്റെ കാര്യത്തിൽ. കാരണം യു ഹാവ് എ ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് എനിക്ക് കരുതുന്നത്. ലൈഫ് ഓഫ് അനന്തുവിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് കേസെ കണ്ടന്റ് ഉണ്ടാക്കൂ, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക, നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തുക, അല്ലാതെ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ വെറുതെ സമയം കളയരുത്.